തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ കോൺഗ്രസിനുള്ളത് വെറും 10 സീറ്റാണ്. 10 സീറ്റുമായി കോൺഗ്രസ് വളരെ ദയനീയമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല KPCC മുരളീധരനെ ഏൽപ്പിച്ചത്. മുരളീധരൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 101 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യം 45 സീറ്റായിരുന്നു, പിന്നീട് ബാക്കിയുള്ള സീറ്റിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ഇതോടുകൂടി കോൺഗ്രസ് നന്നാവുമെന്ന് പൊളിറ്റിക്സ് കേരള കരുതി. മുരളീധരന് ഒരു ബിഗ് സല്യൂട്ടൊക്കെ കൊടുത്തിരുന്നു പൊളിറ്റിക്സ് കേരള. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. മുരളീധരനെതിരെ കലാപക്കൊടി ഉയരുന്നു. നേമത്ത് മുരളീധരനെതിരെ പ്രകടനം നടന്നു. മുരളീധര അനുകൂലികളും എതിർ വിഭാഗക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥ. ആ അവസ്ഥയ്ക്ക് മേൽ ബോംബിട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ മണക്കാട് സുരേഷ് കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. നേമം നിയോജക മണ്ഡലത്തിലെ കോർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തെ അറിയിക്കാതെയാണ് മുരളീധരൻ യൂത്ത് കോൺഗ്രസ് നേതാവായ നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇതോടെ പൊട്ടിത്തെറി പാരമ്യത്തിലെത്തി. മണക്കാട് സുരേഷ് നേമം നിയോജക മണ്ഡലത്തിലെ കോർ കമ്മിറ്റി സ്ഥാനം രാജിവെച്ചു. KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ സണ്ണി ജോസഫും BD സതീശനും മുരളീധരനുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സുരേഷ് അതിനോട് പ്രതികരിക്കുന്നില്ല ഈ വാർത്ത വിടുന്ന നേരം വരെ. മറ്റൊന്ന് കാഞ്ഞിരംകുളത്ത് സംഭവിച്ച കൂട്ടരാജിയാണ്. കാഞ്ഞിരംകുളത്ത് 50ഓളം പേരാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയത്. അവർ പല പാർട്ടികളിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കത്തിൽ തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമമൊക്കെ വിഫലമായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മണക്കാട് സുരേഷ് ഇരുത്തം വന്ന കോൺഗ്രസ്സുകാരനാണ്. ദീർഘകാലമായി INTCയുടെ തിരുവനന്തപുരത്തെ മുഖമായിരുന്നു അദ്ദേഹം. അദ്ദേഹം തന്നെ കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കേണ്ട ഗതികേട് ഉണ്ടാക്കിയിരിക്കുന്നു. മുരളീധരൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ മുറുമുറുപ്പ് ഉയർന്നിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ അതൊരു പൊട്ടിത്തെറിയായി കലാശിക്കുമെന്ന് ആരും കരുതിയില്ല. കോൺഗ്രസ് ഒരു 20 സീറ്റെങ്കിലും പിടിക്കണം എന്ന് വിചാരിച്ചാണ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ചുകൊണ്ട് പ്രചരണം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഞെട്ടിച്ചു. തീരപ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസിന് നഷ്ടമായ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയും എന്ന് ഈ സ്ഥാനാർത്ഥി പട്ടിക സൂചിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയുള്ള കലാപം തന്നെ അരങ്ങേറിയിരിക്കുന്നു. മുരളീധരൻ എന്തുദ്ദേശിച്ചാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഇത്രയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നൊരു ചോദ്യം മുരളീധരന് നേരെ ഉയരുന്നു. കോൺഗ്രസിൻ്റെ തീരാശാപമാണ് തമ്മിലടി. ആ തമ്മിലടി ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്നുള്ളത് ഉറപ്പായി. വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചരണത്തിലിറങ്ങാനായിരുന്നു മുരളീധരൻ്റെ ഉദ്ദേശം. BJPയെയും CPMനെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ മുരളീധരൻ ഞെട്ടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് BJP തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ചെറിയൊരു ലിസ്റ്റ് പുറത്തുവിട്ടത്. പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ല. CPMും പ്രധാനപ്പെട്ടവരുടെ ലിസ്റ്റ് പുറത്തുവിട്ടു. അത് പൊളിറ്റിക്സ് കേരള കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഈ 101 വാർഡുകളിലും UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ മുരളീധരന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കക്ഷി ലീഗാണ് UDFൽ. ലീഗിനുള്ള വാർഡുകളും വളരെ പെട്ടെന്ന് തന്നെ മുരളീധരൻ കണ്ടെത്തി കഴിഞ്ഞു. മുരളീധരൻ്റെ കീഴിലാണ് ഇലക്ഷൻ നടക്കുന്നത്. മുരളീധരൻ ആദ്യഘട്ടത്തിൽ കയ്യടി നേടിയെങ്കിലും ഇപ്പോൾ മുരളീധരനെ കൂക്കി വിളിച്ച് ഓടിക്കുകയാണ് കോൺഗ്രസ്സുകാർ. മണക്കാട് സുരേഷിനെ പോലെ ഇരുത്തമെന്നൊരു നേതാവ് കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്, കോർ കമ്മിറ്റി സ്ഥാനം രാജിവെച്ചത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. അതിനിടയിൽ അതിനോടനുബന്ധിച്ച് പതിവ് പോലെ പൊട്ടിത്തെറിയും കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുന്നു.
കോൺഗ്രസ് എന്താ നന്നാവാത്തേ എന്ന ചോദ്യം മാത്രം ബാക്കി. ആകെ 10 സീറ്റാണ് ഇവിടെ ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ. അതിനെ 15 ആക്കിയാലും 20 ആക്കിയാലും കോൺഗ്രസിന് നേട്ടമാണ്. BJP സീറ്റുകൾ അത്രയും കുറയ്ക്കാൻ അത് സാധിക്കും. കോൺഗ്രസ് വോട്ടുകളാണ് BJPക്ക് കാലാകാലങ്ങളായി പോയിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല വാർഡുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. കടകംപള്ളി അടക്കമുള്ള വാർഡുകളൊക്കെ 3-ാം സ്ഥാനത്താണ്. കരിക്കകം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വാർഡുകളിലൊക്കെ 3-ാം സ്ഥാനത്താണ്. അതിൽ നിന്ന് കോൺഗ്രസിനൊരു മുക്തി നൽകാനാണ് മുരളീധരൻ ശ്രമിച്ചത്. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറി.